ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് കോപ്പാഡോ ബ്രസീലിൽ നടന്ന മത്സരത്തിൽ ഒരു വലിയ തോൽവി സാന്റോസിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് പാൽമറാസ് അവരെ പരാജയപ്പെടുത്തിയത്. മത്സരത്തിൽ നെയ്മർ കളിച്ചിരുന്നില്ല. പാൽമറാസിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ട് അഥവാ ആർട്ടിഫിഷ്യൽ ടർഫിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ കളിക്കേണ്ടതില്ല എന്ന തീരുമാനം നെയ്മർ ജൂനിയർ എടുത്തു. നെയ്മർ ഈ മത്സരത്തിൽ നിന്നും പിൻവാങ്ങി. പല പ്രധാനപ്പെട്ട എവേ മത്സരങ്ങളിൽ നിന്നും നെയ്മർ ജൂനിയർ പിൻവാങ്ങുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ നെയ്മർക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി നെയ്മർ ജൂനിയർ തന്നെ നൽകിയിട്ടുണ്ട്. ഈ മത്സരം കളിക്കാൻ താൻ തയ്യാറായിരുന്നു. ടെക്നിക്കൽ സ്റ്റാഫാണ് തന്നോട് ഈ മത്സരം കളിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത്. കാരണം പ്രധാനപ്പെട്ട മത്സരങ്ങൾ ഇനിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ നിന്നും തന്നെ മാറ്റി നിർത്തിയത് ടെക്നിക്കൽ സ്റ്റാഫാണ്, അല്ലാതെ താൻ പിൻവാങ്ങിയതല്ല എന്നാണ് നെയ്മർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നെയ്മറുടെ കമന്റ് ഇങ്ങനെയാണ്: ഞാൻ പിൻവാങ്ങുകയല്ല ചെയ്തിട്ടുള്ളത്. മത്സരത്തിൽ പങ്കെടുക്കാൻ ഞാൻ റെഡിയായിരുന്നു. എന്നാൽ ഞാൻ കളിക്കേണ്ടതില്ല എന്ന തീരുമാനം ടെക്നിക്കൽ സ്റ്റാഫാണ് എടുത്തത്. കാരണം ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മത്സരങ്ങളാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത്. ഇതാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. അതായത് കോപ്പാഡോ ബ്രസീലിലെ ഈ മത്സരം കളിക്കേണ്ടതില്ല എന്ന് ടെക്നിക്കൽ സ്റ്റാഫ് തീരുമാനമെടുത്തു. കാരണം ബ്രസീലിയൻ ലീഗിൽ പ്രധാനപ്പെട്ട മത്സരങ്ങൾ സാന്റോസിനെ കാത്തിരിക്കുന്നു. റെലഗേഷൻ ഫൈറ്റിന്റെ ഭാഗമാണ് സാന്റോസ്. റെലഗേഷനിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ബ്രസീലിയൻ ലീഗിൽ നെയ്മറുടെ സാന്നിധ്യം നിർബന്ധമാണ്, അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ബ്രസീലിയൻ ലീഗിലെ മത്സരങ്ങൾക്ക് വേണ്ടിയാണ് നെയ്മർ ജൂനിയറെ ഇപ്പോൾ ടെക്നിക്കൽ സ്റ്റാഫ് മാറ്റി നിർത്തിയിട്ടുള്ളത്. അടുത്ത മത്സരത്തിൽ കൊറിന്ത്യൻസ് ആണ് അവരുടെ എതിരാളികൾ. ആ മത്സരത്തിൽ നെയ്മർ കളിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.